ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ആ 3 വീടിലെ രണ്ടാമത്തെ വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ സ്ഥലം ഞാനൊന്നും കൂടി പറയാം. തേവയ്ക്കൽ വികാസവാണി റോഡിൻ്റെ സെൻറ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ് ഈ വീട്. അതുപോലെ നമ്മൾ മറ്റു വീട് കണ്ടുപോലെ തന്നെ ചെറിയൊരു യൂട്ടിലിറ്റി റൂം കൂടി ഈ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും മൈ ഡ്രീം ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് ഈസ്റ്റ് സൈഡിലേക്കാണ്. അതുപോലെ തന്നെ ഇൻഫോ പാർക്കിൽ നിന്നും തൃക്കാക്കര തേവക്കലിൽ നിന്നൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്താണ്. തേവക്കയിൽ നിന്ന് 2 കിലോമീറ്ററും ഇൻഫോ പാർക്കിൽ നിന്ന് 4 കിലോമീറ്ററും തൃക്കാക്കര ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേ മതിലിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ തൂണുകൾ കൊടുത്തിട്ട് അതിൽ സെൻറ്ററായിട്ടൊരു സ്ക്വയർ രീതിയിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ലൈറ്റ് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൂണുകളിലെല്ലാം ഗ്ലാഡിങ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഗ്ലാഡിങ് സ്റ്റോൺ യൂസ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ അതെ തൂണിൻ്റെയൊക്കെ മേളിലായിട്ട് നമുക്ക് ലൈറ്റുകളൊക്കെ കാണാൻ പറ്റും. രാത്രിയൊക്കെ നമുക്ക് ഫുള്ള് ലൈറ്റൊക്കെ ഓൺ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കിടക്കും. അതുപോലെ തന്നെ അത് ഗേറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പണിങ്ങും അതുപോലെ സ്ലൈഡ് എന്ന രീതിയിലാണ് ഗേറ്റ് കിടക്കുന്നത്. GIയുടെ ട്യൂബും മെറ്റൽ ഷീറ്റിൽ CNC കട്ടിങ് ചെയ്തേക്കുന്ന ഷീറ്റും ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്, ഗേറ്റിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി അകത്തേക്ക് കയറാം. നമ്മൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ സ്റ്റോണൊക്കെ വിരിച്ച് അതിൻ്റെ ഇടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള ഒരു മുറ്റം. അതുപോലെ തന്നെ അതേ വിശാലമായ ഒരു കാർ പാർക്കിങ്ങിൽ വലിയൊരു XUV വരെയും പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ അത്രയും വലിപ്പമുള്ളൊരു കാർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഹാച്ച് ബാക്കും കൂടി നമുക്ക് ഈ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാം. അതിലും നല്ല രീതിയുള്ള ഒരു സ്പേസ് തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതുപോലെ ഈ ഒരു സൈഡ് ഒഴിച്ച് മെയിൻ കാർ പോർച്ച് നല്ല രീതിയിൽ കവറിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടേക്കുന്നത്. APC പാനലിംഗ് ഷീറ്റും അതുപോലെ തന്നെ GIയുടെ ട്യൂബും വെച്ചിട്ടാണ് ഇവിടെ ഈ കവറിങ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുള്ള ഫെസിലിറ്റി ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ വാട്ടർ സോഴ്സ് എന്ന് പറയാനായിട്ട് നമുക്ക് കോമൺ ആയിട്ട് ഒരു കിണർ ഈ വീടിനായിട്ടുണ്ട്. ഈ വീടിൽ എന്ന് പറഞ്ഞാൽ ഈ ബാക്കി കാണുന്ന വീടുകൾക്കൊക്കെ ആയിട്ട് ഒരു കോമൺ കിണർ, അതുവഴി നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് കാണുന്ന വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർട്ട് വർക്ക്, ഒരു ടെക്സ്ചർ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങ് മേളിലോട്ട് താഴെ വരെയും എല്ലാ ജനലിനും ഒപ്പിച്ച് തന്നെ നല്ല ഭംഗിയായിട്ട് ആ ഒരു ടെക്സ്ചർ വർക്ക് മേളിൽ തൊട്ട് താഴെ വരെയും ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തുനിന്ന് പോകുമ്പോൾ ആ ഒരു ഭംഗി പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും. ഇനി നമുക്ക് നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കുന്നത്. ചെറിയൊരു ടെക്സ്ചർ തന്നെ ബ്ലാക്ക് ഗ്രാനൈറ്റ്. അതുപോലെ തന്നെ ഈ ഒറ്റ തൂണിലാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ ഈ ഭിത്തിയാണ് വന്നേക്കുന്നത്. 2 തൂണായിട്ടല്ല കൊടുത്തേക്കുന്നത്. ഇതിൽ നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് അത് നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ വാതിലും ജനലൊക്കെ ചെയ്തേക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയും യൂസ് ചെയ്തിട്ടാണ് ഈ വാതിലും ജനലൊക്കെ ഇവിടെ ചെയ്തേക്കുന്നത്. വുഡ് വർക്കൊക്കെ വാതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ചെറിയ ഡിസൈനുള്ള ഒരു വാതില്, അത് ഡബിൾ ഡോർ ആണ് കൊടുത്തേക്കുന്നത്. 2 ഡോറിനും ഇതുപോലെ ബ്രാസിന്റെ ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി തുറന്ന് നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലൊരു ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. അതിൽ വലിയൊരു TV യൂണിറ്റും അതിൽ നല്ല രീതിയിൽ സ്പേസ്, നമുക്ക് സാധനങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് മേളിലും താഴെയും ഈ ഒരു സൈഡിലായിട്ട് ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വലിയൊരു TV തന്നെ വയ്ക്കാവുന്ന രീതിയിൽ ഒരു കല്ലിൻ്റെ ഒക്കെ ഒരു ഡിസൈനിൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കി അതും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യണ 3 പാളിയുടെ ഒരു ജനലും ഓരോ പാളിയുടെ 2 ജനലും വീതം ഈ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫ്ലോർ ചെയ്തേക്കുന്നത് 4x2 സൈസിൽ ഒരു ചെറിയൊരു ടെക്സ്ചറോട് കൂടിയ ടൈലാണ് എല്ലാ ഫുള്ളായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ സീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീട്ടിൽ യൂസ് ചെയ്തേക്കുന്ന എല്ലാ ഫാനുകളും തന്നെ V-ഗാർഡിന്റെ ഫാനാണ്. അത് എല്ലാ ഏരിയയിലും ഫാനുകൾ അവൈലബിൾ ആണ്. നമുക്കിനി അടുത്ത സൈഡിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഈ ഒരു TV യൂണിറ്റിന്റെ ഭാഗമായി തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് ഫുള്ളൊരു പാർട്ടീഷൻ കാണാൻ പറ്റും. അതും നല്ല രീതിയിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ആ ഒരു TV യൂണിറ്റിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു പാർട്ടീഷൻ ഏരിയ. അത് കടന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ നല്ല വലിപ്പമുള്ള ഒരു സ്ക്വയർ രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ. അതുപോലെ ഓപ്പൺ കിച്ചണാണ് കൊടുത്തേക്കുന്നത്. അതിലും സ്റ്റോറേജും കാര്യങ്ങളുണ്ട്. ഫുഡ് സെർവ് ചെയ്യാനുള്ള സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൈനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, മേളിലേക്കുള്ള സ്റ്റെയറിന്റെ അടിയിലായിട്ട് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇൻവെർട്ടർ കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അതിന് വേണ്ട സ്വിച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടെ
നമുക്ക് വാഷ് ബേസിൻ ഏരിയ കിടക്കുന്നത്. അതിലും മേളിൽ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്, താഴെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ വാഷ് ബേസിനാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ചെറിയൊരു വുഡിന്റെ പീസ് താഴത്തേക്ക് വലിയ രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ലൊരു മിറർ ഉണ്ട്, അതിന് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ വാഷ് ബേസിനായിട്ട് കിടക്കുന്നത്. ഇനി 2 റൂമുകൾ അപ്പുറയും ഇപ്പുറയും ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് കിച്ചൺ കണ്ടിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ അടുക്കളയിലേക്ക് കയറാം. അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇവിടുത്തെ സീലിംഗ്, ഡൈനിങ് ഹാളിൽ നമുക്ക് സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്രൊഫൈലിലേക്ക് ഫുള്ള് ചുറ്റി പോകുന്നുണ്ട്. അതുപോലെ സ്ക്വയർ ആയിട്ടാണ് ഇവിടെ നമ്മുടെ സീലിംഗ് ചെയ്തേക്കുന്നത്. ഇനി നേരെ നമുക്ക് ഈ ഒരു പാർട്ടീഷന്റെ കാര്യം ഒന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറാം. പാർട്ടീഷനിൽ ഇവിടെ ഒരുപാട് സ്പേസ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫുഡ് കിച്ചണിൽ നിന്ന് സെർവ് ചെയ്യാനുള്ള സ്പേസ് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈനിൽ, ഈ ഒരു വുഡ് ടെക്സ്റ്റർ ഡിസൈനിൽ തന്നെയാണ് നമുക്ക് കിച്ചണിലേക്ക് കയറി വരുമ്പോൾ ഷെൽഫുകൾക്ക് ആയിട്ട് കൊടുത്തേക്കുന്നത്. എല്ലാ സ്റ്റോറേജ് ഏരിയയും കൊടുത്തേക്കുന്ന ആ ഒരു വുഡ് ടെക്സ്റ്റർ ഡിസൈനിൽ തൊട്ടടുത്തായിട്ട് ഒരു വൈറ്റ് ഡിസൈൻ കൂടി ചേർത്തിട്ട് ആ ഒരു കോമ്പിനേഷനിലാണ് ഇത് ഫുള്ള് ചെയ്തേക്കുന്നത്. അത് തന്നെ നമുക്ക് താഴെ കൗണ്ടർ ടോപ്പിന്റെ അടിയിലായിട്ട് കാണാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ സ്റ്റോറേജ് ഏരിയയുടെയും ഹാൻഡിലായിട്ട് വരുന്നത് പ്രൊഫൈൽ ഹാൻഡിലാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ഫുള്ള് താഴെയും എല്ലാം പ്രൊഫൈൽ ഹാൻഡിലാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കൗണ്ടർ ടോപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കാണാം, 2 പൈപ്പായിട്ട് അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫാബറിന്റെ എക്സോസിസ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇവിടെയൊക്കെ വെച്ച് കുക്ക് ചെയ്യുന്ന ടൈമിൽ എക്സോസ്റ്റ് ചെയ്യാതെ പോകാനായിട്ട് ഫാബറിന്റെ ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ എടുത്തു പറയാനുള്ളത് ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ പാർട്ടീഷന്റെ ബാക്ക് സൈഡ് ആയിട്ട് അവിടെയും കുറേ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതായത് കിച്ചണിൽ യൂസ് ചെയ്യാൻ പാകത്തിന് കുറേ സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാർട്ടീഷന്റെ അപ്പുറയും ഉണ്ട്, പാർട്ടീഷന്റെ ഇപ്പുറയും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നല്ല രീതിയിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫാൻ ഉണ്ട്. ഇവിടെ എല്ലാം യൂസ് ചെയ്തേക്കുന്നത്, ഈ വീട് ഫുള്ള് യൂസ് ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ഗാർഡിന്റെ ഫാൻസ് ആണ് എല്ലായിടത്തും യൂസ് ചെയ്തേക്കുന്നത്. 4x2 സൈസിലുള്ള ടൈലുകളും നേരത്തെ കണ്ട പോലെ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കിച്ചണിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയ ആണ്. അപ്പൊ നമുക്ക് വർക്ക് ഏരിയയിലേക്ക് കടന്നു വരുമ്പോൾ ഒട്ടും തിങ്ങലില്ലാതെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഈ വർക്ക് ഏരിയ കിടക്കുന്നത്. അതും ഇതുപോലെ നല്ലൊരു കൗണ്ടർ ടോപ്പ് ഒക്കെ കൊടുത്ത് അതിൽ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. അതുപോലെ ഇവിടെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴെയായിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലെ ഒരു ഗ്രില്ലുണ്ട്. ഈ ഗ്രില്ല് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ വീടിന്റെ ഈ ഒരു സൈഡിലേക്ക്, വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിലും ഈ പറഞ്ഞോണം അത്യാവശ്യം ഒരു 2 പേർക്ക് നടന്നു പോകാനുള്ള സ്പേസ് ഈ വീടിന്റെ ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇനി ഇതുപോലെ തന്നെ അപ്പുറ സൈഡിലേക്ക് ഒരു ഗ്രില്ലുണ്ട്, ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ വീടിന്റെ അപ്പുറ സൈഡിലേക്ക് പോകാം. അപ്പുറ സൈഡിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ല് ഓപ്പൺ ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിൽ നല്ല സ്പേസ് കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്കലും കാര്യങ്ങളും ഇവിടെ കാണാം. ഈ വീടിന്റെ ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട്. നമുക്കൊരു 2 പേർക്ക് ഈ സൈഡ് നടന്നു പോകാൻ പറ്റുന്ന അത്രയും സ്പേസ് ഈ ഒരു ഏരിയയിലും നല്ല രീതിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ അറ്റത്തായിട്ട് നമുക്ക് മോട്ടർ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ കിണറിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള മോട്ടർ അവിടെ ആ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഷീറ്റ് ഇട്ട്, അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റ് ഇട്ട് ഫുള്ള് കവറിങ് ചെയ്തേക്കണ്ട. ഒട്ടും മഴയൊക്കെ പെയ്താൽ പോലും നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് വെള്ളം തെറിച്ച് വീഴാത്ത രീതിയിൽ ഫുള്ള് കവേർഡ് ആണ്. അത് ഈ ഒരു സൈഡ് മാത്രമല്ല, നമുക്ക് വർക്ക് ഏരിയയുടെ സൈഡ് ഫുള്ള് ആ ഒരു ഏരിയ വരെയും ഇതിങ്ങനെ കവേർഡ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടിന്യൂഷൻ ആണ് അത് ഫുള്ള്. ഇനി നമുക്ക് നേരെ പോയിട്ട് താഴത്തെ ഫ്ലോറിലെ റൂമുകൾ കാണാം. അപ്പൊ നമുക്ക് നേരെ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറാം. 14x10 സൈസിൽ 140 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം, മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരു വാർഡ്രോബ് കാണാം. അതിൽ ഒരു ഗ്ലാസ് മിറർ കാണാൻ പറ്റും. അതുപോലെ അത് അത്യാവശ്യം വലിയ ഒരു വാർഡ്രോബ് തന്നെയാണ്. അതുപോലെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 3 പാളിയുടെ ഒരു സിംഗിൾ ജനല് കാണാം. ഓരോ പാളിയുടെ 2 ജനലും ഈ സൈഡിലായിട്ട് കാണാം. സീലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ തട്ടായിട്ട് ഒരു ഡിസൈനിലാണ് സീലിംഗ് ചെയ്തേക്കുന്നത്. അതിന് ഇവിടെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ് കാണാം. അതുപോലെ ഇതിന്റെ ചുറ്റും പ്രൊഫൈൽ ലൈറ്റ് ഒരു കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിന്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. 4x2 ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. അവിടെ കണ്ട പോലെ തന്നെ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ ടൈൽ. ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈബറിന്റെ ഡോറാണ് യൂസ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഡോർ തന്നെയാണ്. പിന്നെ സെറയുടെയും ജാഗ്വാറിന്റെയും പ്രൊഡക്ട്സ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറും സെറയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഷവർ ഏരിയ കാണാം. അതുപോലെ ഇവിടെ ചെറിയൊരു മിററുണ്ട്. പിന്നെ
എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹീറ്റർ ഓൾറെഡി ഇവിടെ അറ്റാച്ച്ഡ് ആണ്. എല്ലായിടത്തും നമുക്ക് ഹീറ്ററിനുള്ള സ്പേസേ കാണുള്ളൂ, പക്ഷെ ഇവിടെ ഹീറ്റർ അറ്റാച്ച്ഡ് ആണ്. എക്സോസ്റ്റ് കാണും. അതുപോലെ തന്നെ അത് മോഡേൺ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതുപോലെ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള മോഡേൺ ടോയ്ലറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. അത് ഫ്ലോറ് കാര്യങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഗ്രിപ്പുള്ള നല്ല സ്ലിപ്പറി അല്ലാത്ത ടൈലാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതിനോട് മാച്ച് ചെയ്തിട്ടുള്ള ടൈലുകളാണ് ഇവിടെ ചുറ്റുമായിട്ട് മതിലിൽ യൂസ് ചെയ്തേക്കുന്നത്. അത് ഇത്രയും കാര്യങ്ങളാണുള്ളത്. നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. താഴത്തെ ബെഡ്റൂം വരെ നമ്മൾ ഡോറിൽ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ ഒരു പോർഷൻ കൊടുത്തിട്ട് ആ ഒരു പോർഷന്റെ അകത്തേക്കാണ് റൂം എടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് ഇവിടെ മെയിൻ സ്വിച്ചിന്റെ ഭാഗം കൊടുത്തേക്കുന്നത്. അതിൽ എല്ലാം യൂസ് ചെയ്തേക്കുന്നത് വി ഗാർഡാണ്. വി ഗാർഡ് തന്നെയാണ് വയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് കയറാം. 13x10 സൈസിൽ 130 സ്ക്വയർ ഫീറ്റിലാണ് ഈ ബെഡ്റൂം ഉള്ളത്. അതിലും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വാർഡ്രോബ് നമുക്കിവിടെ കാണാം. അതിന്റെ സെന്റർ ആയിട്ടൊരു സിംഗിൾ പാളി ജനലും കാണാം. നമുക്ക് ഇവിടെ ഇരുന്ന് ഒരു സ്റ്റഡി ടേബിളോ എന്തെങ്കിലുമൊക്കെ ആക്കി നമുക്ക് യൂസ് ചെയ്താൽ തന്നെ ആ ജനൽ തുറന്ന് നമുക്ക് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഭാഗത്തേക്ക് രീതി തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലത്തെ ഒരു പാളിയുടെ ഒരു ജനൽ നമുക്ക് ഈ സൈഡിലും കാണാം. അതുപോലെ ഫ്രണ്ടിലേക്ക് ഓപ്പൺ ആയിട്ട് ഒരു 3 പാളിയുടെ ഒരു ജനൽ ആ ഒരു സൈഡിലും കാണാം. സീലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റും പ്രൊഫൈൽ ലൈറ്റ് ഉണ്ട്. അതുപോലെ സെന്ററിൽ 2 പ്രൊഫൈൽ ലൈറ്റ് പോയിട്ടുണ്ട്. ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ് നേരത്തെ കണ്ട പോലെ തന്നെ 4x2 സൈസിലുള്ള ഫ്ലോറിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ആ സെയിം തന്നെ കണ്ടിന്യൂഷൻ. പിന്നെ ഈ റൂമിൽ എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂമിൽ AC അറ്റാച്ച്ഡ് ആണ്. മറ്റെല്ലാ റൂമുകൾക്കും ACയുടെ സ്പേസ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ AC ഓൾറെഡി അറ്റാച്ച്ഡ് ആണ്. ലോയിഡിന്റെ AC ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞത് നമുക്ക് ഇവിടുത്തെ ബാത്റൂമുകൾ കണ്ടിട്ട് പോവാം. സെയിം ആയിരിക്കും, എന്നാൽ നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഫൈബർ ഡോറാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ മിറർ ഉണ്ട്, വാഷ് ബേസ് ഉണ്ട്. നേരത്തെ കണ്ട പോലെ തന്നെ വാൾ മൗണ്ടറാണ് ടോയ്ലറ്റ് വന്നേക്കുന്നത്. ഹീറ്റർ ഉണ്ട്. ജാഗ്വാറിൻ്റെ സെറയുടെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. വാഷ് ഏരിയ ആണ്. ടൈല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലിപ്പറി അല്ലാത്ത ടൈലാണ്. അതിനോട് മാച്ച് ചെയ്ത് കഴിഞ്ഞ് തന്നെയാണ് വാളിൻ്റെ ടൈൽ ചെയ്തേക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്പേസ് ഉള്ള ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് കൺജസ്റ്റഡ് അല്ല എന്ന് ഒരുപാട് വലുതുമല്ല. ആ രീതിയിൽ നമുക്ക് അത്യാവശ്യം നിന്ന് തിരിയാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള ഒരു സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് എല്ലാ റൂമുകളുടെ ബാത്റൂം ഇവർ ചെയ്തേക്കുന്നത്. നമുക്ക് നേരെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് പോകും. സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ഫുള്ള് സ്റ്റെയർ ചെയ്തേക്കുന്നത്. അതും അത്യാവശ്യം ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു ഭംഗിയിൽ ഡിസൈനൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ സ്റ്റെയറിൻ്റെ ഫ്ലോർ നോക്കി കഴിഞ്ഞാൽ ഗ്രാനൈറ്റും നമ്മുടെ ഈ താഴെ വിരിച്ചേക്കുന്ന ആ സെയിം ടൈലിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് സ്റ്റെയറിൻ്റെ ഫ്ലോറിങ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മേളിലേക്ക് കയറിയിട്ട് മേളിൽ കാണാം. സ്റ്റെയർ നമ്മൾ കയറി വരുമ്പോൾ നമ്മളെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ. ഈ ഒരു ലൈറ്റ്, ചെറിയൊരു ലൈറ്റ് ആണെങ്കിൽ പോലും അത് നല്ല ഭംഗിയായിട്ട് തന്നെ അവിടെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത് ഇവിടെ വലിയൊരു പർഗോളയുടെ ഒരു സെക്ഷൻ തന്നെ നമുക്കിവിടെ കാണാം. അതും ടഫൻ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടൊരു വലിയ പർഗോള സെക്ഷൻ. സ്റ്റെയർ കയറി നമ്മൾ മേളിലേക്ക് വരുന്നത് ഇതുപോലൊരു ഓപ്പണിംഗ് സ്പേസിലേക്കാണ്. അവിടെ തന്നെ നമുക്കിത് ഇതുപോലൊരു ടേബിൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണാം. സ്റ്റഡി ടേബിളായിട്ടോ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ വയ്ക്കുന്ന സ്ഥലമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അതിന് തന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. ശരിക്കും ആപ്റ്റ് ആവുന്നത് ഒരു കമ്പ്യൂട്ടർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പീക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ മേളിലായിട്ട് കൊടുത്ത് അങ്ങനെ ഒരു ഭംഗിയായിട്ടൊക്കെ നിർത്താൻ രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് പ്ലഗും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി സീലിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്രൊഫൈൽ ലൈറ്റ് ചുറ്റും പോകുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലൊരു സീലിങ്ങും അതിന് സെൻട്രൽ ഒരു ഫാനും അതും നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് വരാം. ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് നല്ല രീതിയിൽ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ താഴെ കണ്ട പോലെ തന്നെ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് TV യൂണിറ്റും വരുന്നത്. നമ്മൾ താഴെ കണ്ട ആ ഒരു മോഡൽ തന്നെ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റോറേജ് താഴെ മേളിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. താഴത്തേനേക്കാളും കുറച്ചും കൂടി വലിയ സൈസ് TV വയ്ക്കാൻ പാകത്തിനുള്ള TV യൂണിറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഒറ്റപ്പാളിയുടെ ജനൽ ഈ സൈഡിലും ഫ്രണ്ട് ഓപ്പണിംഗ് ആയിട്ട് 3 പാളിയുടെ ഒരു ജനലും. ടിപ്പായിട്ട് പറയുകയാണെങ്കിൽ താഴെ കണ്ടതിൻ്റെ സെയിം എക്സാക്റ്റ് തന്നെയാണ് മേളിലെ ലിവിംഗ് റൂം ഉള്ളത്. അപ്പോൾ സീലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹാഫിന്ന് റൗണ്ട് ചെയ്യണ 2 പ്രൊഫൈൽ ലൈറ്റ് മുകളിൽ സീലിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫാനും കാര്യങ്ങളും നമുക്കവിടെ കാണാം. സീലിംഗ് ആണെങ്കിലും ഒരു എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡിസൈനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയാനുള്ള 4x2 സൈസിൽ നേരത്തെ കണ്ട അതേ ടൈൽ തന്നെയാണ് മേളിലും യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങൾ കാണാം. അതിന് മുമ്പായിട്ട് ഇവിടുന്ന് ഒരു ബാൽക്കണി ഉണ്ട്. ആ ഒരു ബാൽക്കണി ഓപ്പണിംഗ് കൂടി ഞാൻ കാണിച്ചു തരാം. ലിവിങ്ങിൽ നിന്ന് ഇതുപോലൊരു ഡോർ ഓപ്പണിംഗ് വരുന്നത് നേരെ നമ്മുടെ ബാൽക്കണിയിലേക്കാണ്.
നല്ല അത്യാവശ്യം വിശാലമായ വലിയൊരു ബാൽക്കണി. അതൊന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പിടിയൊക്കെ കൊടുത്ത് ടഫൻ ഗ്ലാസ്സിൽ ചെയ്തേക്കുന്ന ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബാൽക്കണി. അതിലും ഇവിടെ നമുക്ക് 2 തൂണിന് സംഭവങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ഫ്ലോറിങ് നേരത്തെ കണ്ട അതേ ടൈൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു ഷാൻഡിയർ ലൈറ്റ് തൂങ്ങി കിടക്കുന്നുണ്ട്. ഇവിടുത്തെ സെക്കൻഡ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് നമ്മുടെ സ്റ്റെയർ കയറി വരേണ്ട ജസ്റ്റ് നേരെ തന്നെ 14-10 സൈസിൽ 140 സ്ക്വയർ ഫീറ്റിലാണ് നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അവിടെ താഴെ കണ്ട പോലെ തന്നെ വിശാലമായിട്ടൊരു വാർഡ്രോബ് ഉണ്ട്, അതിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനങ്ങളുടെ മേളിൽ വയ്ക്കാൻ പാകത്തിന് ഇവിടെ ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വയ്ക്കാനും മൊബൈൽ വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു ജനൽ ഇവിടെ കാണാം. ഓരോ പാളിയുടെ ഓരോ ജനൽ 2 സൈഡിലായിട്ട് ഇവിടെയും കാണാം. സീലിങ്ങും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്ലെയിൻ സീലിംഗ് അല്ല, ചെറിയൊരു വർക്കുള്ള ഒരു സീലിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ മാത്രമായിട്ടാണ് പ്രൊഫൈൽ ലൈറ്റുകൾ ലോഡ് ചെയ്യുന്നത്, സൈഡിലില്ല. ഫ്ലോറിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി നമുക്ക് നേരെ ബാത്റൂം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാത്റൂമിനായിട്ട് ഇവിടെ ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു മിറർ ഉണ്ട്, അതുപോലെ വാഷ് ബേസിൻ്റെ ഷവർ ഏരിയ കാണാം. ഇവിടെ ഹീറ്റർ ഇല്ല, ഹീറ്റർ ഇവിടെ മിസ്സിംഗ് ആണ്. സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നപ്പോൾ ഹീറ്ററിനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ് വന്നേക്കുന്നത് നേരത്തെ കണ്ട പോലത്തെ അല്ല, വേറൊരു ടൈപ്പ് ടോയ്ലറ്റാണ് ഇവിടെ വന്നേക്കുന്നത്. നേരത്തെ വാർമൗണ്ടഡാണ്, അപ്പോൾ അതല്ല. ഫ്ലോറിങ്ങും അത്യാവശ്യം ഗ്രിപ്പായുള്ള ഫ്ലോറിംഗ് ആണ്. അതിനോട് മാച്ച് ചെയ്തുള്ള ടൈലിൻ്റെ ഒരു സർക്കിൾ താഴെ പോയിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ഒരു വൈറ്റ് ടൈല് കയറിയിട്ടുണ്ട്. അതിൻ്റെ മേളിൽ വീണ്ടും ആ താഴെ കണ്ടതിൻ്റെ ഡിസൈനിലുള്ള ആ ഒരു മാച്ചായിട്ടുള്ള ഒരു ടൈല് മേളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ്. അതുപോലെ കുറച്ചും കൂടി നീട്ടം കൂടിയതാണ്. നമ്മൾ താഴെ കണ്ടതിനേക്കാളും കുറച്ചും കൂടി നീളം കൂടുതലാണ് ഇവിടുത്തെ ബാത്റൂമിന്. സെക്കൻഡ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ബാത്റൂം വന്നിട്ടുണ്ട്. ഈ ഫ്ലോറിലെ ബെഡ്റൂം സെക്കൻഡ് ബെഡ്റൂം വരുന്നത് ഇതുപോലെ ലിവിങ്ങിൽ നിന്നാണ് നമുക്ക് ഈ ഡോറിൻ്റെ ഓപ്പണിങ് വരുന്നത്. 13-10 സൈസിൽ 130 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. അതിലും 3 പാളിയുടെ ജനൽ ഇവിടെ കാണാം, ഒരു പാളിൻ്റെ ജനൽ ഇവിടെയും കാണാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിശാലമായൊരു വാർഡ്രോബ് ഉണ്ട്. അതിൽ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്, അതിൽ തന്നെയാണ് ഒരു ജനൽ കൊടുത്തേക്കുന്നത്. ഇനി ഇവിടുത്തെ സീലിംഗ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബോക്സി ഡിസൈനിലാണ് സീലിംഗ് കൊടുത്തേക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് പ്രൊഫൈൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നേരത്തെ കണ്ട പോലെ AC ഇവിടെ ഇല്ല, AC മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ അതെ 4x2 നമ്മൾ നേരത്തെ കണ്ട പോലത്തെ തന്നെയുള്ള ടൈല് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ. ഇനി നമുക്ക് നേരെ ബാത്റൂം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫൈബറിൻ്റെ ഡോർ തന്നെയാണ് ഈ ബാത്റൂമിന് കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് വാഷ് ബേസിൻ കാണാം, മിറർ കാണാം, ഷവർ ഏരിയ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഹീറ്റർ ഇവിടെയും മിസ്സിംഗ് ആണ്, ഹീറ്ററിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരത്തെ കണ്ട പോലെ തന്നെ വാൾ മൗണ്ടഡ് അല്ല ടോയ്ലറ്റ് വരുന്നത്, ഈ രീതിയിലുള്ള ടോയ്ലറ്റാണ്. പക്ഷേ അപ്പുറത്തെ റൂമിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി നീട്ടം കൂടിയ ഒരു ബാത്റൂമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബെഡ്റൂമുകൾ കൂടാതെ ഇവിടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി റൂമും കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ചെറിയൊരു റൂം, ചെറിയ റൂമല്ല കേട്ടോ, അത്യാവശ്യം സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണിത്. ഇത് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരിത് യൂസ് ചെയ്തേക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസിലായിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വെള്ളം എടുക്കാനുള്ളതും പുറത്തേക്ക് പോകാനുള്ളതും അതുപോലെ സ്വിച്ച് ബോർഡും ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ചെറിയ നിങ്ങൾക്ക് വേറെ ഗസ്റ്റൊക്കെ വന്ന് അധികം പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിടക്കാനായിട്ട് യൂസ് ചെയ്യാം. 2 പാളിയുടെ ഒരു ജനൽ നമുക്ക് ഈ സൈഡിലായിട്ട് കാണാം. അതുപോലെ പുറത്തേക്കൊരു ഓപ്പണിങ് ഈ ഡോറ് ഇവിടെ കാണാൻ പറ്റും. ഈ ഡോറ് നേരെ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേളിലേക്കുള്ള സ്റ്റെയറാണ് ഈ ഡോറിൻ്റെ പുറത്തേക്കുള്ളത്. അതും നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി സ്പേസും കൂടി നമുക്കിവിടെ കിട്ടും. ഇവിടെ നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ വൈകുന്നേരമൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ സ്പേസ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. മെയിനായിട്ട് മേളിലേക്കുള്ള സ്റ്റെയറാണിത്. അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ട്, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പർ താഴെ മാത്രമല്ല ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റുമായിട്ട് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിച്ചിട്ട് വന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. അതുപോലെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് ഡയറക്റ്റായിട്ട് സംസാരിച്ച് നെഗോഷ്യബിളാണ്, അത് നിങ്ങൾ സംസാരിച്ച് ഡീൽ ചെയ്യുക. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.